ആദ്യത്തെ ഭൂഗർഭ മെട്രോ ലണ്ടനിൽ 1863 ഉണ്ടായിരുന്നു. മുംബൈ കുറഞ്ഞത് 100 വർഷമെങ്കിലും പിന്നിലാണ് എങ്കിലും ഇതിന്ന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു. 1990കളുടെ അവസാനത്തിലാണ് മുംബൈ നഗരത്തിന്റെ പരിവർത്തനത്തിന് തുടക്കമിട്ടത്. വാഹനത്തിന്റെ വർധനവും മുംബൈ നഗരത്തിലെ വികസനവും കാരണം നഗരത്തിലെ ഫ്ലൈ ഓവറുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പാലങ്ങളും എലിവേറ്റഡ് മെട്രോ ഇടനാഴികളും നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കടന്നു പോകുന്നത് കൊണ്ട് ചിലവേറിയതാണെങ്കിലും മെട്രോ പദ്ധതികൾക്ക് മാത്രമല്ല, റോഡ് ഇടനാഴികൾക്കും ഭൂഗർഭത്തിനടിയിലൂടെ റോഡ് പണിയുക എന്നത്, തുരങ്കങ്ങൾ ഉണ്ടാക്കുക എന്നത് ഒരു പ്രായോഗിക ഓപ്ഷനായി മാറിക്കഴിഞ്ഞു. മുംബൈയിലെ വികസന പദ്ധതികൾ എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. ഈ ഉപരിതല ഗതാഗത സാധ്യത കുറഞ്ഞതോടെ ഇപ്പോൾ ഭൂമിക്കടിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മുംബൈ. മേൽപാതകളും എലിവേറ്റഡ് മെട്രോകളുമായിരുന്നു ഈ നഗര വികസനത്തിന്റെ മുഖമുദ്ര. ഇപ്പോൾ ഇതിനെ മാറ്റം വന്നിരിക്കുന്നു. 11 തുരങ്കപാത പദ്ധതികളുമായാണ് മുംബൈ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഭൂഗർഭ മെട്രോ, ബുള്ളറ്റ് ട്രെയിൻ, തീരദേശ റോഡ് എന്നീ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി 21 കിലോമീറ്റർ തുരങ്കമാണ് ബാന്ദ്ര കുർള കോംപ്ലക്സ് മുതൽ താനെയിലെ ശിൽപാട്ട വരെ നിർമ്മിക്കുന്നത്. ഇതിൽ 7 കിലോമീറ്റർ തുരങ്കം കടലിനടിയിലൂടെ ആണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ തന്നെ കൊളബ ബാന്ദ്ര സ്പീഡ് മെട്രോ പൂർണ്ണമായും ഭൂമിയുടെ അടിയിലൂടെയാണ് നിർമ്മിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്. മുംബൈ തീരദേശ പാതയിൽ നിർമ്മിക്കുന്ന ഇരട്ട ടണലുകളും കടലിനടിയിലൂടെയാണ്. കടലിനടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യത്തെ തുരങ്ക പാതകളാണിത്. ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. മലബാർ ഹിൽ മേഖലയിൽ കടലിനടിയിലൂടെ 2.7 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ തുരങ്കപാതയ്ക്കുള്ളത്. മുളുണ്ട് ഗോരേഗാവ് ലിങ്ക് റോഡ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നത് 4.7 കിലോമീറ്റർ തുരങ്കപാതയാണ്. 12 കിലോമീറ്റർ റോഡാണ് ഗോരേഗാവിൽ നിന്ന് മുളുണ്ടിലേക്ക് നിർമ്മിക്കുന്നത്. ബോറിവിലിയിൽ നിന്ന് താനെയിലെ ഗോഡ്ബന്ദർ വരെ 12 കിലോമീറ്റർ ദൂരത്തിലാണ് ഇരട്ട തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത്. സഞ്ജയ് ഗാന്ധി ദേശീയ ഉദ്യാനത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചത് ഈ അടുത്തിടെയാണ്. ഇവയാണ് മുംബൈയുടെ ഗതാഗതത്തെ ഭൂമിക്കടിയിലേക്ക് മാറ്റുന്ന പ്രധാന പദ്ധതികൾ. ഇതുകൂടാതെ വെർസോവ ദഹിസർ തീരദേശ പാതയിൽ 5 കിലോമീറ്റർ തുരങ്കപാതയുണ്ട്. അന്തേരിയിൽ നിന്ന് അന്താരാഷ്ട്ര വിമാനത്താവളം വരെ എത്തുന്ന മെട്രോ 7 2.5 കിലോമീറ്റർ തുരങ്കപാതയാണ്. ഖാർഗറിനെ തുർഫയുമായി ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിൽ 5.5 കിലോമീറ്റർ ദൂരം തുരങ്കത്തിനുള്ളിലൂടെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന അടൽ സേതുവിലേക്കുള്ള പ്രീവേയിലെ ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി മറൈൻ ഡ്രൈവ് മുതൽ ഓറഞ്ച് ഗേറ്റ് വരെയുള്ള 9.23 കിലോമീറ്റർ വരുന്നതാണ് ഒരു ഇരട്ട തുരങ്കം. ഈ തുരങ്കം വരുന്നതോടുകൂടി ഫോർട്ട് മറൈൻ ഡ്രൈവ് മേഖലയിൽ നിന്ന് ഓറഞ്ച് ഗേറ്റിലെത്താൻ 30 മിനിറ്റ് വേണം എന്നുള്ളത് വെറും 8 മിനിറ്റായി കുറയും. ഈ പദ്ധതിക്ക് 8700 കോടിയാണ് വിലയിരുത്തിയിട്ടുള്ളത്. തുരങ്കപാതകൾ വരുന്നതോടെ മുംബൈ നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാകുമെന്നാണ് നഗരാസൂത്രണ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അങ്ങനെ മുംബൈയുടെ വികസനം ഇനി ഭൂമിക്കടിയിലൂടെ നടക്കാൻ പോകുന്നു. 11 തുരങ്കപാത പദ്ധതികളാണ് ഇപ്പോൾ വരെ നിലവിലുള്ളത്. ഏകദേശം 13 ലക്ഷം സ്വകാര്യ കാറുകൾ ഉൾപ്പെടെ 45 ലക്ഷം വാഹനങ്ങളുടെ എണ്ണമുള്ള നഗരം നിത്യ ഗതാഗത കുരുക്കിലാണ്. തിരക്ക് പലപ്പോഴും നീണ്ട ജാമുകൾ, മലിനീകരണം, പാഴായ ഇന്ധനച്ചെലവ് എന്നിവയിലേക്ക് നയിക്കുന്നുമുണ്ട്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സ്വകാര്യ കാറുകളുടെ നഗരമാണ് മുംബൈ. 1 കിലോമീറ്റർ റോഡിന് 650 കാറുകൾ എന്നതാണ് കണക്ക്. ഈ തുരങ്കപാതകൾ വരുന്നതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള നഗരപ്രദേശങ്ങളിൽ ഭൂമി ഏറ്റെടുക്കുക എന്നത് ഒരു വലിയ റിസ്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തുരങ്കപാതകൾ ഒരു പരിധി വരെ ഇതിനെ സഹായിക്കും. അതുപോലെ തന്നെ റോഡിന് മുകളിലുള്ള കെട്ടിടങ്ങളെ അപേക്ഷിച്ച് അണ്ടർഗ്രൗണ്ടിൽ പോകുന്നത് അല്പം ചിലവേറിയ കാര്യം തന്നെയാണ്. എന്നാൽ ഭൂമി കയ്യേറ്റം, നിയമപരമായ കേസുകൾ, ഗതാഗതം വഴിതിരിച്ചുവിടൽ എന്നിവ മൂലമുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാൻ ഇതൊരു പരിധിവരെ സഹായിക്കും. അതുപോലെ തന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളും വന്യജീവി ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കാൻ ഈ തുരങ്കങ്ങൾ സഹായിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.